ഗോവയിലെ നിശ ക്ലബ്ബിലുണ്ടായ തീപിടുത്തത്തിൽ 23 മരണം. നോർത്ത് ഗോവയിൽ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകട കാരണമെന്നാണ് വിലയിരുത്തൽ. മരിച്ചവരിൽ ഏറെയും ക്ലബ്ബിലെ ജീവനക്കാരാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും DGPയും സംഭവസ്ഥലത്ത് എത്തിയിരുന്നു. ഇതുവരെ 23 പേർ മരിച്ചതായാണ് ഗോവ പോലീസ് മേധാവി അലോക് കുമാർ സ്ഥിരീകരിക്കുന്നത്. താഴത്തെ നിലയിലെ അടുക്കളയിലും പരിസരത്തുമാണ് തീ പടർന്നത്. മൃതദേഹങ്ങളിൽ ഏറെയും കണ്ടെത്തിയത് അടുക്കളയുടെ പരിസരത്തായതിനാൽ ഇവരെല്ലാം തന്നെ ജീവനക്കാർ ആണെന്ന വിലയിരുത്തലാണ് പോലീസ് ഉള്ളത്. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്തും MLA മൈക്കിൾ ലോബോയും സ്ഥലത്തെത്തി. പ്രാഥമിക വിവരങ്ങൾ പ്രകാരം നൈറ്റ് ക്ലബ്ബ് അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുകയും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗോവയിലെ നിശ ക്ലബ്ബിലാണ് തീപിടുത്തമുണ്ടായത്. ഈ തീപിടുത്തത്തിൽ 23 പേർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. നോർത്ത് ഗോവയിൽ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് അപകടത്തിന് കാരണമായത് എന്നാണ് വിലയിരുത്തൽ. മരിച്ചവരിൽ ഏറെയും ക്ലബ്ബിലെ ജീവനക്കാരാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും DGPയും അടക്കം സംഭവസ്ഥലത്ത് എത്തിയിരുന്നു. ഇതുവരെ 23 പേർ മരിച്ചതായാണ് ഗോവ പോലീസ് മേധാവിയായ അലോക് കുമാർ സ്ഥിരീകരിക്കുന്നത്. താഴത്തെ നിലയിലെ അടുക്കളയിലും പരിസരത്തുമാണ് ഇത്തരത്തിൽ തീ പടർന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. മൃതദേഹങ്ങളിൽ ഏറെയും കണ്ടെത്തിയത് അടുക്കളയുടെ പരിസരത്തായതിനാൽ ഇവരെല്ലാം തന്നെ ജീവനക്കാർ ആണെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്തും MLA മൈക്കിൾ ലോബോയും സ്ഥലത്തെത്തിയിരുന്നു. പ്രാഥമിക വിവരങ്ങൾ പ്രകാരം നൈറ്റ് ക്ലബ്ബ് അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത്. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുകയും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 23 പേരാണ് ഈ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ഉണ്ടായ അപകടത്തിൽ മരിച്ചത്. നിശ ക്ലബ്ബിലുണ്ടായ തീപിടുത്തത്തിലാണ് 23 മരണം സംഭവിച്ചിരിക്കുന്നത്. നോർത്ത് ഗോവയിലാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ തീപിടുത്തമുണ്ടായത്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് ഈ ഒരു അപകടത്തിന് കാരണം എന്നാണ് വിലയിരുത്തൽ. മരിച്ചവരിലേറെയും ക്ലബ്ബിലെ ജീവനക്കാരാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. മൃതദേഹങ്ങളിലേറെയും കണ്ടെത്തിയത് അടുക്കളയുടെ പരിസരത്തായതിനാലാണ് ഇവരെല്ലാം തന്നെ ജീവനക്കാരാണെന്ന ഒരു വിലയിരുത്തൽ പോലീസ് എത്തിയിരിക്കുന്നത്. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്തും MLA മൈക്കിൾ ലോബോയും സ്ഥലത്തെത്തി. പ്രാഥമിക വിവരങ്ങൾ പ്രകാരം നൈറ്റ് ക്ലബ്ബ് അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുകയും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.